നമസ്കാരം. ആലപ്പുഴ പരവൂരിലുള്ള ആവിസ് റെസ്റ്റോറൻ്റാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫുഡ് ബ്രാൻഡാണ് ആവിസ്. ആവിസിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒക്കെ വളരെ ഗംഭീരമാണ്. ഞങ്ങൾ പറഞ്ഞത് പുട്ടും അപ്പവും അതിൽ താറാവ് മുപ്പാസായിരുന്നു. അപ്പം കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാകും കേട്ടോ. വളരെ സോഫ്റ്റായിട്ടുള്ള നേർത്ത കട്ടി കുറഞ്ഞ അപ്പമാണ്. അപ്പോൾ എനിക്ക് ഈ കട്ടി കുറഞ്ഞ അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമൊക്കെ വളരെ ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ സൈസ് അപ്പമാണ് ഇഷ്ടം. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡിന് വേണ്ടി. ഈ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്താലും നല്ല ചൂടോടെ ഫ്രഷായിട്ട് ഫുഡ് കിട്ടുന്നതെന്ന് വെച്ചാൽ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ആദ്യം തന്നെ ഇതിൻ്റെ വില പറഞ്ഞുതരാം. താറാവ് മപ്പാസിന് 270 രൂപയാണ്, പുട്ടിന് 50 രൂപയാണ്, അപ്പത്തിന് ഒരെണ്ണത്തിന് 15 രൂപയാണ്, ഇടിയപ്പത്തിന് 15 രൂപയാണ്. ഇടിയപ്പം കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചായക്ക് വരുന്ന വില 20 രൂപയാണ്. മറ്റുള്ള ചെറിയ കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ അല്പം വില കൂടുതലാണ്. കൂടുതലെന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഒരു വിലയിൽ കഴിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രം ഇവിടെ കയറുക. എന്ന് വെച്ചാൽ നല്ല ഫുഡാണ്. ആ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പം നല്ലതായിരുന്നു, വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പമായിരുന്നു, വളരെയധികം ഇഷ്ടപ്പെട്ടു. പുട്ടും നല്ലതായിരുന്നു, വളരെയധികം ഇഷ്ടപ്പെട്ടു. താറാവ് മപ്പാസ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഒരു ശരാശരി നിലവാരം, കുഴപ്പമില്ല, നല്ലതായിരുന്നു. അതുപോലെ ഇടിയപ്പം ഉണ്ടായിരുന്നു, ഇടിയപ്പവും നല്ലതായിരുന്നു. അപ്പോൾ ഈ ഒരു ഐറ്റം എനിക്ക് ആ മൂന്നും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇടിയപ്പം, പുട്ട്, അപ്പം, ഇത് മൂന്നും വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ നല്ല ആംബിയൻസാണ്. സർവീസും അത്യാവശ്യം തിരക്കേടില്ല. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ പലരും ചോദിക്കുന്നതാണ്, അവിടുത്തെ കിച്ചണും കൂടി ഒന്ന് കാണിക്കാൻ പറ്റുമോ? നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴും അവിടുത്തെ കിച്ചണും കൂടെ കാണിക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അത് നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ വൃത്തിയാണ് മെയിൻ. ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും വൃത്തിയോടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ മെയിനായിട്ടുള്ള സംഭവമാണ്. അത് വൃത്തിയില്ലെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെയും കിച്ചണൊന്ന് എനിക്കൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. നല്ല ഫുഡാണല്ലോ, അപ്പോൾ പുറമേ നല്ല വൃത്തിയുണ്ട്. അപ്പോൾ കിച്ചണും നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ ചോദിച്ചാണ്. ആദ്യം കാണിക്കാമെന്ന് പറഞ്ഞു, പിന്നീട് അവരെന്തോ സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം അനുവാദം തന്നില്ല. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ നല്ല കിച്ചണായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. റഷ് കഴിഞ്ഞിട്ടേ ഒന്ന് മെസ്സപ്പായി കിടക്കും. ഇപ്പം അതുകൊണ്ടല്ല, ഇപ്പം നമുക്ക് കിച്ചണിൽ കയറാൻ പറ്റും. കിച്ചൺ കാണുക എന്നുള്ളതൊരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവകാശമാണ്. കാരണം അവൻ പൈസ മുടക്കി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ വൃത്തിയായിട്ടാണ് തനിക്ക് ഭക്ഷണം കിട്ടുന്നു എന്നുള്ള സംതൃപ്തിയോടെ കഴിക്കണമെന്നുണ്ടെങ്കിലും കിച്ചൺ കാണണം. കിച്ചൺ കാണുമ്പോൾ നമുക്ക് ഒരു മാനസിക സംതൃപ്തി ഉണ്ടാകും. നല്ല കിച്ചണൊക്കെയാണ്, വൃത്തിയുള്ള കിച്ചണാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് നല്ല രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അതിനുള്ള സൗകര്യങ്ങളെല്ലാം റെസ്റ്റോറൻറ്റുകാർ ഒരുക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഏവിസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ.